ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാൻസിലുണ്ടായിരുന്ന സാമൂഹിക വ്യവസ്ഥിതിയെയും 3 എസ്റ്റേറ്റുകളെയും ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച 3 ചിന്തകരെയും ഒക്കെ പരിചയപ്പെട്ടു. അവരാരൊക്കെയായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആരൊക്കെയായിരുന്നു എന്ന്? റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ആരൊക്കെ? റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഇവർ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ആശയങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നതിനുള്ള മറ്റു പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമാക്കി. ഏതാണ് ഫസ്റ്റ് പോയിന്റ്? ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. അടുത്ത പോയിന്റ് എന്താണെന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക സ്ഥിതിയെ വളരെ സങ്കീർണമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു. ഏതാണ് വർഷം? 1789. ഫ്രാൻസിലെ സമൂഹത്തെ പോലെ തന്നെ സ്റ്റേറ്റ്സ് ജനറലിനും 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി, ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്ന് രാജാവിനെ പിന്തുണയ്ക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകാർ വാദിച്ചു. എന്നാൽ ഓരോ എസ്റ്റേറ്റിലെയും ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് വേണമെന്ന് കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ വാദിച്ചു. ഒന്നാമത്തെയും രണ്ടാമത്തെയും എസ്റ്റേറ്റുകാര് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന കോമൺസിലെ ആളുകൾ ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇതാണ് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്താണ് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്ന് ആദ്യത്തെ 1ഉം 2ഉം എസ്റ്റേറ്റുകാർ വാദിച്ചപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു. ഇതാണ് പ്രശസ്തമായ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അഥവാ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ
രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഏതാണ് വർഷം? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഡേറ്റും ഇയേഴ്സും ഒക്കെ. 1789 ജൂലൈ 14. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അഥവാ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം. 1789 ഓഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. ഏതാണ് വർഷം മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം എന്ന് പറയുന്നത്? 1789 ഓഗസ്റ്റ് 12. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. വർഷം 1789 ഒക്ടോബറിൽ. ഇനി അടുത്തത് 1792 സെപ്റ്റംബറിൽ പുതുതായി നിർമ്മിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഏതാണ് വർഷം? 1792 സെപ്റ്റംബറിൽ പുതുതായി നിർമ്മിച്ച ഭരണഘടനയനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഈ 1789 ഓഗസ്റ്റ് 12 മനുഷ്യാവകാശ പ്രഖ്യാപനം, 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി നടത്തിയ റാലി, 1792 സെപ്റ്റംബറിൽ പുതിയ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ഈ വർഷവും ഡേറ്റും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.